കണ്ണൻ ചിരട്ടയിൽ വെള്ളം നിറച്ചിട്ട് ഈ പടം പൊളിക്കാൻ ശ്രമിച്ചവരെ കണ്ണൻ ചിരട്ടയിൽ വെള്ളം നിറച്ചിട്ട് അതിൽ മുങ്ങി താഴണം. മമ്മൂട്ടി ഇഷ്ടമല്ലാത്തൊരു തിയേറ്ററിൽ വന്നാലും അവർ വരെ കൈയടിച്ചു പോകും. ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലത് 70 കാണിക്കുന്നില്ല, 50 ഇല്ല. ഇനി ഒരു 10 ജന്മം എടുത്താലും എന്ത് വിവാദം ഉണ്ടാക്കിയാലും മലയാളികളുടെ മനസ്സിലാണ് മമ്മൂക്ക. സൂപ്പർ. കണ്ണൻ ചിരട്ടയിൽ വെള്ളം നിറച്ചിട്ട് ഈ പടം പൊളിക്കാൻ ശ്രമിച്ചവരെ കണ്ണൻ ചിരട്ടയിൽ വെള്ളം നിറച്ചിട്ട് അതിൽ മുങ്ങി താഴണം. കാര്യം ഗംഭീര പടമാണ്. ആക്ഷൻ മാത്രമല്ല, കോമഡിക്ക് നല്ല പ്രാധാന്യമുണ്ട്, എന്റർടൈനാണ്, എല്ലാത്തരം പ്രേക്ഷകർ ഇഷ്ടപ്പെടും. മമ്മൂക്ക അസാധ്യമായ ഫൈറ്റാണ് ചെയ്തിരിക്കുന്നത്. നല്ല പിന്നെ ബിന്ദു പണിക്കർ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം. ബിന്ദു പണിക്കർ റോഷാക്കിന് ശേഷം ഈ സിനിമയിൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഗംഭീര പടം. പടത്തിൽ വൺ സെറ്റപ്പ്. ആടി തിയേറ്ററിൽ ഇരിക്കാൻ പറ്റില്ല. പിള്ളേരൊക്കെ ചാടി സീറ്റിൽ നിന്ന് എഴുതിക്കാനായിരുന്നു. കാർ റേസിംഗ് കൊണ്ട് കിഴിഞ്ഞു പോകും. കാർ റേസിംഗ് അത് എങ്ങനെ മമ്മൂട്ടി ചെയ്തെന്നാ, പക്ഷെ ഒറിജിനല്ല. അത് മമ്മൂക്കേ പറയുന്നത്. നമുക്കൊരു ചെറിയ കാർ റേസിംഗിനാണ് പറഞ്ഞത്. ആ പടം കണ്ടപ്പോൾ ഇങ്ങനെ ഒരു കാർ റേസിംഗ് നമ്മൾ ആ സിനിമയ്ക്കകത്ത് നമ്മൾ പ്രതീക്ഷിച്ചു. പടം ഞാൻ തന്നെ ഏകദേശം 40 വർഷം കൊണ്ട് മമ്മൂട്ടിയുടെ ഫിലിം കാണുന്ന ഒരാളാണ്. പക്ഷെ ഇങ്ങനൊരു സിനിമ നമ്മൾ പ്രതീക്ഷയോടെ കാത്ത് ദിവസം എണ്ണി കിട്ടിയൊരു പടമാണ്. പക്ഷെ അത് നമുക്ക് പ്രതീക്ഷയ്ക്ക് അപ്പുറം മമ്മൂക്ക ഭയങ്കര സമ്മാനമായിട്ട് തന്നതുപോലെയാണ്. ഇന്നത്തെ തലമുറയിൽ മെഗാ ഹിറ്റുകൾ, കോടികൾ, 100 കോടി അങ്ങനെയൊക്കെ ഒരുപാട് സിനിമകൾ വന്നു പോയെങ്കിലും ഇന്ന് നിൽക്കുന്ന തലമുറയ്ക്കകത്ത് ഒരു നടനെ കൊണ്ട് ഇതുപോലൊരു സിനിമ ഒരിക്കലും കേരളത്തിലെ ഒരു നടന്മാരെ കൊണ്ട് ഇതുപോലെ സിനിമ എടുക്കാൻ പറ്റില്ല. അത് മമ്മൂട്ടിക്ക് മാത്രമേ പറ്റൂ. പെർഫോമൻസ് അതല്ലേ പറയാം. നമുക്ക് അതിൻ്റെ അകത്ത് ഇരുന്ന് ശരീരമൊക്കെ കോരിത്തരിച്ചു പോകും എല്ലാവരും. നമ്മൾ മാത്രമല്ല, തിയേറ്ററിൻ്റെ ദിലീപം മമ്മൂട്ടി ഇഷ്ടമല്ലാത്തൊരു തിയേറ്ററിൽ വന്നാലും അവർ വരെ കൈയടിച്ചു പോകും. അത്ര പുറമാണ് ഇഷ്ടപ്പെട്ടു. നല്ല ഇതായിരുന്നു. ഇത്ര വ്യത്യാസമാണ്. എല്ലാ പടവും കാണുമെങ്കിൽ ഇതൊരു പ്രത്യേക വ്യത്യാസമുണ്ട്. കൊള്ളാം. മറ്റേ കണ്ണൂർ സ്ക്വാഡെല്ലാം കണ്ടതിലൊക്കെ വ്യത്യാസമുണ്ട്. മറ്റേ പടങ്ങൾ എല്ലാത്തിലും വ്യത്യാസമുണ്ട്. നല്ല പടം. കുറ്റം പറയാനായിട്ടില്ല. അടിയിടി ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലത്. ഒരു രക്ഷയില്ലാത്ത മൂവി. കാരണം ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ മമ്മൂക്ക ഇങ്ങനത്തെ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ല. അത്രയ്ക്ക് വലിയ ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ ഫാമിലിക്ക് പറ്റിയ സാധനങ്ങൾ ഇതിനകത്തുണ്ട്, ഹ്യൂമറുണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്. എല്ലാം വർക്കൗട്ടായുണ്ട്. വൈശാഖും മമ്മൂക്കായി ഒന്നിക്കുമ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നമുക്കറിയാം. പോക്കിരാജ മുതൽ തുടങ്ങിയ ഒരു കൂട്ടുകെട്ടാണ് അത്. മലയാള സിനിമയിൽ മമ്മൂക്ക ചെയ്ത ഏറ്റവും വലിയൊരു ആക്ഷൻ രംഗം തന്നെയാണെന്ന് പറയാം. ഈ കാര്യത്തിൽ ഇത്രയും ഒരു 18 വയസ്സായ പയ്യന്റെ ചെറുചുറുക്കോടുകൂടി ആക്ഷൻ രംഗങ്ങൾ ചെയ്ത് നമ്മൾ അത്ഭുതപ്പെട്ടതാണ്. മമ്മൂക്ക ഈ എനർജി ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് എന്നുള്ളത് മലയാളികൾക്ക് ഒരിക്കലും മമ്മൂക്ക എന്നൊരു നടൻ. ഈ അടുത്ത കാലത്ത് ഒരു വിവാദങ്ങളുണ്ട്. മമ്മൂക്കെതിരെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, ഇനി ഒരു 10 ജന്മം എടുത്താലും എന്ത് വിവാദം ഉണ്ടാക്കിയാലും മലയാളികളുടെ മനസ്സിലാണ് മമ്മൂക്ക. ആ മനസ്സിൽ നിന്നും തട്ടിമാറ്റാൻ കഴിയില്ല. ഇനിയും അദ്ദേഹത്തിന് ഇതുപോലെ കഥാപാത്രങ്ങൾ ചെയ്യാൻ, മാസും ആക്ഷനും സെന്റിമെന്റ്സൊക്കെ നിറഞ്ഞ സിനിമകളും അതുപോലെ തന്നെ നല്ല അവാർഡ് മൂവീസൊക്കെ ചെയ്യാൻ മലയാളികൾക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ തരാൻ ഇനിയും സർവേശ്വരൻ അദ്ദേഹത്തിന് ആരോഗ്യവും ആയുസ്സും കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ബിഗ് സല്യൂട്ട് മമ്മൂക്ക. ഈ പ്രായത്തിൽ മമ്മൂക്കയുടെ എനർജി ലെവൽ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. 70 കാണിക്കുന്നില്ല, 50 ഇല്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് കാണാൻ പറ്റിയ കിടിലം പടമാണെന്ന് പറയാൻ വേണമെങ്കിൽ. കിടിലം. ആ ഒരു ഫൈറ്റ് കൊണ്ടാണ് പടം പിടിച്ചത്. കിടിലം കേട്ടോ. ഫൈറ്റിങ് സൂപ്പറാണ്. സിനിമ അടിപൊളിയായിരുന്നു. നല്ല നമുക്ക് മമ്മൂട്ടി ആക്ഷൻ സീക്വൻസ് എടുത്ത് പറയണം. ഈ പ്രായത്തിൽ അങ്ങനെ ചെയ്യണത് അടിപൊളിയായിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ രാജ്ബി ഷെട്ടിയും അടിപൊളിയായിരുന്നു. കൊള്ളാം, നല്ല സിനിമ, നല്ല ഇഷ്ടപ്പെട്ടു. അതേപോലെ നമ്മളെ ലാസ്റ്റ് ടൈലൻ്റ് ആയിട്ട് നമുക്ക് സസ്പെൻസ് തരുന്നുണ്ട്. അടിപൊളി. നമ്മൾ എന്ത് പ്രതീക്ഷയോ ആ ഒരു മമ്മൂക്കയുടെ ഈ പ്രായത്തിനൊക്കെ ലെവലാണ് മമ്മൂക്ക കഴിക്കുന്നത്. അത് നമ്മൾ അസൂയപ്പെട്ടേ പറ്റുള്ളൂ. മമ്മൂക്കയുടെ സിനിമ പടം എങ്ങനെ നോക്കിയിട്ടില്ല വരുന്നത്. മമ്മൂക്കയെ കാണാൻ വേണ്ടി മാത്രം എല്ലാവരും വരുന്നത്. ആ ഒരു വെച്ച് വേറെ ലെവലാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ലെവലിൽ ഡീസൻ്റ് ആണ് പോയാലും സെക്കൻഡ് ഹാഫ് കൊണ്ട് ഹൈ വാൾട്ടേജ് ആണ്. പക്ക ഇടിപ്പടം, ഒരു രക്ഷയില്ല. മമ്മൂക്കയുടെ സ്ക്രീൻ റൂട്ടും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്, പൊളിയാണ്. കുഴപ്പമില്ല. ലൈക്ക് വൈശാഖിനെ പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡയറക്ഷനൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി റൈറ്റിങ്ങിൽ കുറച്ച് പാളിപ്പോ എന്ന് തോന്നുന്നു. എൻട്രിയും ആ ഒരു ഇൻട്രോ ഫൈറ്റ് ഉണ്ട്, അതും ക്ലൈമാക്സ് ആയിട്ടാണ് മെയിൻ ഹൈലൈറ്റ്. പിന്നെ ടൈലൻഡ് മാസമായിരുന്നു. കൊള്ളാം, നല്ല പടം. ഫസ്റ്റ് ഹാഫ് ലാഗാണ്, സെക്കൻഡ് ഹാഫ് ബെറ്റർ ആണ്. പ്രത്യേകിച്ച് വലിയ സ്റ്റോറി ആയിട്ടൊന്നുമില്ല. പിന്നെ മമ്മൂക്ക എന്നുള്ളൊരു മഹാനടൻ്റെ മാസ് ഡയലോഗായിട്ടൊന്നുമില്ല. മാസ് ഫൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫസ്റ്റ് ഫൈറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 4 ഫൈറ്റുണ്ട്. ലാസ്റ്റ് ഈ ചൈനക്കാരൊക്കെ കൊണ്ടുള്ള ഒരു പുലിമുരുകൻ മോഡലിലൊരു സെറ്റപ്പുണ്ട്. പക്ഷെ പുലിമുരുകൻ പോലെ പടം വന്നിട്ടില്ല. അത്യാവശ്യം ഒരു ആവറേജ് എന്ന് പറയാം. എന്നാലും നമ്മുടെ മലയാളത്തിലെ മെഗാസ്റ്റാർ എന്നുള്ള നിലയ്ക്ക് ടർബോ ജോസ് എന്നുള്ളൊരു ക്യാരക്ടർ
പുള്ളി ആ ഒരു ക്യാരക്ടർ എന്താണോ അത് നമുക്ക് ജനങ്ങളുടെ മുന്നിൽ നമ്മളെ പ്രേക്ഷകരുടെ മുന്നിൽ അത് കാണിച്ചു തന്നിട്ടുണ്ട്. ആവറേജ് ആണ്, പക്ഷേ ഒരു ഫാൻസ് മൂവി ആയതുകൊണ്ട് ചില ഫാൻസുകാർക്ക് ഓക്കെ. ഓവറോൾ നല്ല പടമാണ്. പിന്നെ ഒറ്റ കാര്യം എല്ലായിടത്തും പറയാനുള്ളത് ട്രെയിലറിൻ്റെയോ അതോ ഹൈപ്പിൻ്റെ എക്സ്പെക്ടേഷന് വരരുത്. അപ്പോൾ ചിലപ്പോൾ ചെറിയ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ഓവറോൾ നല്ല പടമാണ്. സ്ക്രിപ്റ്റ് അത്യാവശ്യം നല്ല സോളിഡ് സ്ക്രിപ്റ്റ് തന്നെയാണ്. ഡിറക്ഷൻ സൈഡ് കുറച്ചൊക്കെ ഒരു വേബാർഡ് മൂവ്മെൻ്റ് ഉണ്ട്. ചില അടുത്തൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കായിരുന്നു തോന്നിയിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നന്നായിട്ടുണ്ട്. മമ്മൂക്ക ഒന്നും പറയില്ല. മമ്മൂക്കയുടെ ഫുൾ സ്ക്രീൻ പ്രസൻസ്, മമ്മൂക്കയെ കണ്ടുകൊണ്ട് അങ്ങ് ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ പടം കാണാൻ പറ്റാം. തിയേറ്ററിൽ ആ വലിയ സ്ക്രീനിൽ മമ്മൂക്ക കാണുന്നത് ഭയങ്കര രസം, ഒരു രക്ഷയില്ല, നല്ല ഭംഗി. അതുപോലെ തന്നെ ഫൈറ്റ്സ് രംഗങ്ങളായാലും മാസ് രംഗങ്ങൾ, ഒരുപാട് മാസ് രംഗങ്ങളുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ റീലായിട്ടും ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ഐറ്റങ്ങൾ ഓടിക്കാനുള്ള സാധനം അതിനകത്തുണ്ട്, മാസ് രംഗങ്ങൾ. പിന്നെ ഡയറക്ഷൻ സൈഡിൽ കുറച്ച് പാളിച്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മളെ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന വൈശാഖിൻ്റെ ഒരു വേവായിട്ട് ഇത് എല്ലായിടത്തും കാണുന്നുണ്ട്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് നന്നാണ്. പിന്നെ ഭയങ്കര സൂപ്പർ എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈൻ ഇല്ലയെന്ന് വേണ്ടി പറയുന്നത്, കാരണം കുറേ കണ്ട ലൈനുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഓവറോൾ നല്ലതാണ്. മമ്മൂക്കയുടെ പ്രസൻസ് ഒരു രക്ഷയില്ല. തിയേറ്ററിൽ വന്ന് കാണണം, തിയേറ്ററിൽ മസ്റ്റായി കാണണം. അതാണ് എനിക്ക് ആകെ എല്ലായിടത്തും പറയാനുള്ളത്. ആക്ഷൻ കോമഡി പടമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നല്ല രസമുണ്ട്. മമ്മൂട്ടിയുടെ ഇൻട്രൊഡക്ഷൻ തൊട്ട് ഇങ്ങനെ എൻ്റെ വരെ കണ്ടോണ്ടിരിക്കാനായിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ. അന്നും ഇന്നും മമ്മൂട്ടി മാസല്ലേ, എന്ത് രസമായിരുന്നു എന്നറിയോ കണ്ടിരിക്കും. നല്ല രസമായിരുന്നു. മമ്മൂട്ടിയുടെ എല്ലാ സീക്വൻസും നല്ലതായിരുന്നു, എല്ലാം നല്ല മാസ സീക്വൻസ്.